എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഒരു ഗ്രീൻ ആപ്പിൾ അച്ചാറിട്ടാലോ? കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി കട്ട് ചെയ്തത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുക് നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിളിൻ്റെ കഷ്ണങ്ങളിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാവേ. നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. നല്ലപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക. തൊലി ഭാഗം ഒന്ന് ചൂടായാൽ മതി. ആപ്പിളിന് തീരെ കനം കുറവാണല്ലോ, വെള്ളം ആണല്ലോ കൂടുതൽ. അപ്പോൾ ഒന്ന് ചൂടായാൽ മാത്രം മതി. അത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കോരി വെച്ചിട്ട് അതേ പാനിൽ തന്നെ ഒരു ലേശം എണ്ണ കൂടെ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അതിനകത്തിട്ടൊന്നും നല്ലതുപോലെ അങ്ങ് മുരിയണ്ട, ഒരു പകുതി മൂപ്പായാൽ മതി. നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. അത്രയും മതി. അതിൻ്റെ കൂട്ടത്തിൽ ഒരു തണ്ട് കരിയാപ്പല കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ വിനാഗിരിയും ഉപ്പും ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. നല്ലപോലെ തിളയ്ക്കണം. നല്ലപോലെ തിളച്ച ശേഷം സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ആ മസാലയൊക്കെ അതിലൊന്ന് പിടിപ്പിച്ചെടുക്കണം. നല്ലപോലെ ഇളക്കി ജോയിൻ്റ് ചെയ്തെടുക്കാവേ. ഇങ്ങനെ കിട്ടും. അത് 1 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് ആവി കയറിയാൽ മതിയേ. നമ്മുടെ ആപ്പിളച്ചാറ് റെഡിയായേ. ഇത് 2-3 ദിവസം കഴിഞ്ഞ് നമുക്ക് എടുത്താലേ നമുക്കിതിൻ്റെ ശരിയായ ടേസ്റ്റ് കിട്ടുള്ളൂ. ചോറിനൊക്കെ നല്ലതാണേ.